5500-നും 6000-നും ഇടയ്ക്കുള്ള റണ്ണിങ് ഷൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. ASICസിൻ്റെ ജെൽ ലൈനപ്പിൽ ഇല്ലെങ്കിലും ജെൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന നല്ലൊരു സ്റ്റെബിലിറ്റി ഷൂ ആണ് ASICസിൻ്റെ GT1013 എന്ന് പറഞ്ഞ ഈ മോഡൽ. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ 5999 സാധാരണ ഈ പ്രൈസിൽ വരാറില്ല. ഈ ഷൂസ് ഓവർ പ്രൊണേഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഷീറ്റ് ഉള്ളവർക്ക് ബെസ്റ്റ് ആണ്. യൂഷ്വലി ജെൽ കയാനോ ആണ് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ജെൽ കയാനോ കുറച്ച് ഹെവിയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡെയിലി ട്രെയിനറാണ് വേണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ASICസിൻ്റെ GT1013. ഇത് GT1000 ലൈനപ്പിലെ ലേറ്റസ്റ്റ് മോഡലല്ല, അത് GT1014 ആണ്. ഇത് അതിനേക്കാളും റേറ്റ് കുറവാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഓവർ പ്രൊണേഷൻ്റെ ഇഷ്യൂ കൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡെയിലി ട്രെയിനറാണ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നൈക്കിയുടെ റണ്ണിങ് ഷൂസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നൈക്കിയുടെ ജേണി റണ്ണ്. ഇത് പക്ഷേ ഈസി റണ്ണിന് മാത്രം പറ്റിയൊരു ഷൂസാണ്. ഇത് വെച്ച് ടെമ്പോയോ സ്പീഡ് വർക്കോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് 5900 ആണ്. നൈക്കിയുടെ എൻഡ് ഓഫ് സീസൺ സെയിൽ കിടക്കുകയാണ്, അതുകൊണ്ടായിരിക്കണം ഈ പ്രൈസ് ഡ്രോപ്പ് വന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഡൗൺ ഷിഫ്റ്ററും റവല്യൂഷൻ 8 പോലത്തെ ഒരു ഷൂ ആണിത്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ഹൈ സ്റ്റാക്ക് എന്നുള്ള ഷൂസാണ്, കുറച്ചും കൂടെ നല്ല കുഷനിങ് വരുന്നതാണ്. സോ ഈസി മൈലേജ് അല്ലെങ്കിൽ ലോങ് റൺസിനൊക്കെ പറ്റിയൊരു ഷൂസാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഡെയിലി ട്രെയിനറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നൈക്കിയുടെ ജേണി റൺ. അഡിഡാസിൻ്റെ റണ്ണിങ് ഷൂയിലോട്ട് വരുമ്പോൾ അവരുടെ ഒട്ടുമിക്ക നല്ല റണ്ണിങ് ഷൂസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൈസ് പോയിൻ്റാണ് 5500. അതുകൊണ്ട് തന്നെ അഡിഡാസിൻ്റെ റെസ്പോൺസ് റണ്ണർ 2 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ ഇത് ഞാൻ കൂടുതലും ബിഗിനേഴ്സിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് ഓൾറെഡി ഓടുന്ന ഒരാളാണെങ്കിൽ ഈ ഷൂസ് അത്ര നല്ല ഓപ്ഷനല്ല. ഇതിനേക്കാളും നല്ലത് സൂപ്പർനോവ തന്നെ ആയിരിക്കും. ഇതിൻ്റെ പ്രശ്നം വേറൊന്നുമല്ല, ഇതിൽ നമുക്ക് ഈസി മൈലേജ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റനിങ് ഒക്കെയാണ് വരുന്നത്. കുറച്ചും കൂടെ ജിമ്മിലും അല്ലെങ്കിൽ നമുക്ക് എവറിഡേ യൂസിനും ചെറിയ ചെറിയ റണ്ണിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്റ്റൻസ് അധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂസ് അല്ല ഇത്. ഇതിൻ്റെ പ്രൈസും വരുന്നത് 5999 ആണ്. കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ അണ്ടർ ആർമർ ഇപ്പോൾ കുറേ പുതിയ റണ്ണിങ് ഷൂസ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഷൂസാണ് അണ്ടർ ആർമറിൻ്റെ ചാർജ് ഡ്രോപ്പ് 5 എന്ന് പറഞ്ഞ ഈ ഷൂസ്. ഇതും ഒരു ഡെയിലി ട്രെയിനറാണ്. മാക്സ് കുഷൻ ഷൂസൊന്നും അല്ല, അതുകൊണ്ട് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂസ് അല്ല. പക്ഷേ നല്ല റെസ്പോൺസീവ് ആണ്, ഒരുപാട് എനർജി റിട്ടേൺ തരുന്ന ഒരു ഷൂസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡെയിലി ട്രെയിനറാണ് ആവശ്യം, നിങ്ങൾക്ക് കംഫർട്ടിനേക്കാളും കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് 5399 മുതൽ 5999 ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ 5500-നും 6000-നും ഇടയ്ക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ നല്ല റണ്ണിങ് ഷൂസും കവർ ചെയ്തു. അടുത്ത വീഡിയോയിൽ 6000+ ആയിട്ട് വരുന്ന റണ്ണിങ് ഷൂസ് ആയിരിക്കും. അത് മിസ്സാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.